എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 3 ശ്ലോകം 37, 38, 39, 40, 41, 42 6 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ മറുപടി വസുദേവരോടും ദേവകി ദേവിയോടും. ശ്ലോകം 37, 38. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ. രമാരമണ ദേവേശ വിദ്യാമാശു പ്രയച്ഛ മേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. തദാ വാം പരിതുഷ്ടോഹം അമുനാ വപുഷാനഘേ തപസാ ശ്രദ്ധയാ നിത്യം ഭക്ത്യാ ച ഹൃദി ഭാവിത. പ്രാദുരാസം വരദരാട് യുവയോ കാമദിൽസയാ വ്രിയതാം വര ഇത്യുക്തേ മാതൃശോ വാം വൃതസുത. രാഗാദി ദോഷങ്ങളുള്ളവർക്ക് ഇങ്ങനെ കഠിനമായിട്ടുള്ള തപസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഭഗവാന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഹേ അനഘേ എന്നുവെച്ചാൽ നിർദോഷേ, ഒരു ദോഷമില്ലാത്തവളെ എന്ന് ദേവകി ദേവിയെ സംബോധന ചെയ്തിരിക്കുന്നു ഭഗവാൻ. അങ്ങനെ കഠിനമായ തപസ്സുകൊണ്ടും എന്നിലുള്ള വിശ്വാസം കൊണ്ടും പരമസ്നേഹം കൊണ്ടും എന്നെ തന്നെ ഹൃദയത്തിൽ ഇത്ര അധികകാലം ധ്യാനിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് എനിക്ക് വളരെ സന്തോഷം തോന്നി. നിങ്ങൾക്കുള്ള ആ ആഗ്രഹത്തെ നൽകാനുള്ള താല്പര്യം എനിക്ക് വർദ്ധിച്ചു വന്നു. അങ്ങനെ ഇപ്പോ അവതരിച്ച പോലെ 4 കൈകളോടും ശംഖചക്രാദ്യ ആയുധങ്ങളോടും കൂടിയിട്ട് അങ്ങനെയുള്ള ഈ ശരീരത്തെ ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷമായി. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് വരം വേണ്ടത്, വരിക്കുവിൻ എന്ന് പറഞ്ഞപ്പോ, വരം കൊടുക്കുന്നവരിൽ വെച്ച് ഉത്തമനായിരിക്കുന്ന ഞാൻ പറഞ്ഞപ്പോൾ, എന്നെ പോലെയുള്ള ഒരു പുത്രൻ, ഭഗവാനെ അവിടുത്തെ പോലെ ഒരു പുത്രൻ ഉണ്ടാവണേ എന്നല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചത് എന്ന് പറയണു ഭഗവാൻ. അജുഷ്ടഗ്രാമ്യ വിഷയൗ അനപത്യൗ ച ദമ്പതി നവവ്രാധേ അപവർഗം മേ മോഹിതൗ ദേവമായയാ. വിഷയസുഖത്തെ ഒട്ടും അനുഭവിക്കാത്തവരും സന്താനമില്ലാത്തവരുമായ നിങ്ങള് ദേവനായ എന്റെ മായ കൊണ്ട് മോഹിച്ചവരായിട്ട് എന്നിൽ നിന്ന് മോക്ഷത്തെ വരിച്ചില്ല. എന്തുകൊണ്ടാ മോക്ഷത്തെ വരിക്കാതിരുന്ന വെച്ചാൽ അപ്പൊ ഭഗവാൻ തന്നെ അത് ആ മായയിലങ്ങോട്ട് മോഹിപ്പിച്ചു അവരെ. അതുകൊണ്ടാണെന്ന്. അല്ലെങ്കിൽ അവര് മോക്ഷം ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ സന്താനം വേണം എന്നൊക്കെ പറയാനല്ലല്ലോ ശരിക്കും തോന്നുക. മോക്ഷല്ലേ മരിക്കേണ്ടത്. അത് ഭഗവാന്റെ ആഗ്രഹം തന്നെയാണ് എന്തെന്ന് പറയുന്നത്. ഞാൻ നിങ്ങളിൽ പ്രസാദിച്ചത് കൊണ്ട് നിങ്ങൾക്ക് വിഷയസുഖത്തില് ആഗ്രഹം ഉണ്ടായില്ല എന്ന് മാത്രല്ല, നിങ്ങൾ അതിന് അർഹരാണ് മോക്ഷത്തിന്. എന്നിട്ടും നിങ്ങളത് ആഗ്രഹിച്ചില്ല. അതാണ് പരമഭക്തിയുടെ ലക്ഷണം. അതുപോലെ നിങ്ങൾ ചോദിച്ചില്ല. വിഷയസുഖങ്ങളെയൊക്കെ എത്രയും തുച്ഛമായിട്ട് ആണ് നിങ്ങൾ കരുതിയിരുന്നത്. അതുകൊണ്ട് ദേഹത്തെ പോഷിപ്പിക്കാൻ ശ്രദ്ധ വയ്ക്കാത്തവരായിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ശരീരത്തില് അഹംബുദ്ധി നിമിത്തമുള്ള അഭിമാനമൊന്നും ലേശവും ഉണ്ടായിരുന്നില്ല. അഹന്താരൂപമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കില്ല. അത് പുത്രന്മാരൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അഹന്താരൂപമായ ബന്ധം നിങ്ങൾക്കില്ല. പുത്രന്മാരൊന്നും ഇല്ലാത്തത് കൊണ്ട്, സന്താനം ഇല്ലാത്തത് കൊണ്ട് മമതയും നിങ്ങളെ ബന്ധിച്ചിരുന്നില്ല. ഇങ്ങനെ ഉള്ളവരായതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ മോക്ഷത്തിന് അർഹരാണ്. മോക്ഷതനായ ഞാൻ പ്രത്യക്ഷത്തില് വരികയും ചെയ്തു, നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ പുത്രസ്നേഹത്തെ ജനിപ്പിക്കുന്നതായ കരുണയെ ഞാൻ നിങ്ങളിൽ പ്രവേശിപ്പിച്ചത് കൊണ്ട് തന്നെ പുത്രന്മാരെ എങ്ങനെ ലാളിക്കുന്നുവോ അതുപോലെ എന്നെ ലാളനാദികൾ ചെയ്ത് എന്നോടുകൂടി തന്നെ എപ്പോഴും സഹവസിച്ച് എന്നെ തന്നെ എപ്പോഴും കണ്ടുകൊണ്ട് വസിക്കണമെന്ന് നിങ്ങൾക്ക് എന്നില് പരമസ്നേഹം ഉണ്ടായി. അത് എന്റെ മായാശക്തി കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഭാവങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് മോക്ഷം വേണമെന്നോ ഭക്തി വേണമെന്നോ ഒന്നും നിങ്ങൾ പറഞ്ഞില്ല. അത് എന്റെ മായ കൊണ്ട് തന്നെയാണ്. നിങ്ങള് പുത്രഭാവത്തെ തന്നെ എന്നോട് പ്രാർത്ഥിച്ചു. അങ്ങ് എന്നെ പുത്രനായിട്ട് വരണേ, അങ്ങേപ്പോലെ ഒരു പുത്രൻ. അങ്ങനെയാണല്ലോ പറഞ്ഞത് അല്ലെ. ഗതേ മയി യുവാം ലബ്ധ്വാ വരം മത്സദൃശം സുതം ഗ്രാമ്യാൻ ഭോഗാന ഭുഞ്ജാഥ
യുവാം പ്രാപ്ത മനോരഥോ. അങ്ങനെ വരദാനം ചെയ്ത് ഞാൻ അന്തർധാനം ചെയ്ത ശേഷം എനിക്ക് തുല്യനായ പുത്രൻ നിങ്ങൾക്കുണ്ടാകും എന്നുള്ള വരം സിദ്ധിച്ച നിങ്ങളുടെ മനോരഥം സാധിച്ചു നിങ്ങൾ അല്ലെ. അങ്ങനെ ലൗകിക രീതിക്ക് അനുസരിച്ചും പുത്രജനനത്തിന് ഉപകരിക്കുന്നതും പുത്രന്റെ പരിപോഷണാദികൾക്ക് ആവശ്യമായ വിഷയസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ. പുത്രൻ ലഭിക്കണമെങ്കിൽ ലൗകിക ജീവിതം അതുപോലെ അനുഷ്ഠിക്കണമല്ലോ. അത് നിങ്ങൾ വിഷയസുഖങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. അദൃഷ്ട്വാ അന്യതമം ലോകേ ശീലൗദാര്യഗുണേ സമം അഹം സുതോ വാമഭവം വൃഷ്ണിഗർഭൈതി ശ്രുത. എനിക്ക് തുല്യനായ പുത്രൻ ഉണ്ടാവണം ഭഗവാനെ, അവിടുത്തെ പോലെ ഒരു പുത്രൻ ഉണ്ടാവണം എന്നല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചത്. അപ്പോ സച്ചരിതം, മഹത്വം, കാരുണ്യം മുതലായ ഗുണങ്ങൾ കൊണ്ട് എനിക്ക് സദൃശനായിട്ട് വേറൊരാളും ലോകത്തിൽ ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് പുത്രനായിട്ട് വന്നു പിറന്നു. വൃഷ്ണിഗർഭൻ എന്നാണ് അന്ന് എനിക്ക് നാമധേയം ഉണ്ടായിരുന്നത്. എൻ്റെ ആ രൂപത്തെ ദ്വാപരയുഗത്തിലുണ്ടായിരുന്ന ഭക്തന്മാര് ഉപാസിച്ചുകൊണ്ടിരുന്നു. തയോർവാം പുനരേവാഹം ആദിത്യാമാസ കശ്യപാൽ ഉപേന്ദ്ര ഇതി വിഖ്യാതോ വാമനത്വാച്ച വാമന. പിന്നെ നിങ്ങള് രണ്ടുപേരും അതിഥിയായിട്ടും കശ്യപനായിട്ടും ജനിച്ചു. അന്നും നിങ്ങൾക്ക് ഞാൻ പുത്രനായിട്ട് ഭവിച്ചു. ഇന്ദ്രന്റെ സഹോദരൻ എന്നർത്ഥമായ ഉപേന്ദ്രൻ എന്നും വളരെ ഉയരം കുറഞ്ഞ ശരീരത്തെ ധരിച്ചിരുന്നതുകൊണ്ട് വാമനൻ എന്നും ആണ് അന്ന് എനിക്ക് നാമധേയം, പ്രസിദ്ധങ്ങളായിട്ടുള്ള നാമധേയം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.